ക്യാപ്റ്റൻ ലെഡ് ദ ഷോ RCB ടു പ്ലേ ദ ഫൈനൽസ്. എന്താ കളിയിലെ 20-ല് അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടമാക്കിയതാണ്. അതിനെ ഓർത്ത് ഇപ്പോൾ ഗുജറാത്ത് ഒരുപാട് ഖേദിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ ദിവസമായിട്ട് പോലും തോന്നിയില്ല. കാരണം സായ് സുദർശൻ 8 വിക്കറ്റ് ആയ രീതിയൊക്കെ അതൊക്കെ ആ കളിയിൽ ഒരുപാട് ബാധിച്ചു. ബിക്കോസ് ദ ടോപ്പ് ഓർഡർ ഈസ് ഫില്ലിംഗ് ദ സ്പേസ് ഓഫ് ഗുജറാത്ത് ടൈറ്റൻസ്. അവർ തുടക്കത്തിൽ ഒരാൾ ഫോം ആവുകയോ അല്ലെങ്കിൽ അവർ തുടക്കത്തിൽ അടിച്ചുറങ്ങുകയോ ചെയ്യുമ്പോഴാണ് ഗുജറാത്ത് ആ ഒരു ഡീസൻറ്റ് ടോട്ടലിലേക്ക് എത്തുന്നതും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതുമല്ല. പക്ഷേ ഇന്ന് അതിനൊന്നും അവർക്ക് അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ്. ദെൻ ദ ബോളിംഗ് യൂണിറ്റ് ഓഫ് RCB തുടക്കത്തിൽ തന്നെ റാസിഖ് സലാംദാർ, ഭുവനേശ്വർ കുമാർ, ഹെയ്സൽവുഡ്, എവ്രി വൺ ഡസ് ദ ജോബ്. ഒരു മാജിക്കൽ സ്പെൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ടീമിൻ്റെയും ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ഭയങ്കര കാലിബർ ഉള്ളതാണെന്ന്, എസ്പെഷ്യലി വിത്ത് ദ ന്യൂ ബോൾ ഹെയ്സൽവുഡ് ആൻഡ് ഭുവനേശ്വർ കുമാർ, അതുപോലെ തന്നെ അപ്പറെ സിറാജ് ആൻഡ് റബാഡ. പക്ഷേ സിറാജും റബാഡയും ഫെയിലായപ്പോൾ ഭുവനേശ്വർ ആൻഡ് ഹെയ്സൽവുഡ് വൺസ് അഗെയിൻ ആ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും നാളും ക്രിക്കറ്റ് കളിച്ചതിൻ്റെ ഗുണം മൊത്തത്തിൽ RCBക്ക് ചേർത്ത് വെച്ച് നൽകി എന്നുള്ളതാണ്. 93 ഓഫ് രജത്. അതിന് മുന്നേ തുടക്കത്തിൽ പടക്കം പൊട്ടിച്ച് പരിപാടി തുടങ്ങിയത് വെങ്കടേഷ് അയ്യറാണ്. ഹി ഹിറ്റ്സ് 3 ബൗണ്ടറീസ് ആൻഡ് എ മാക്സിമം. 7 പന്തിൽ 19 റണ്ണ് നേടി പുറത്താകുമ്പോൾ ആ ഒരു ഇന്നിങ്സ് കുറച്ച് സമയം കൂടി വെങ്കടേഷ് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ RCB വാസ് ദാറ്റ് ഗോയിങ് ടു മേക്ക് സംതിങ് ഓവർ 260-270 ഉറപ്പാണ്. എന്തായാലും 92 റൺസിൻ്റെ വിജയവും സ്വന്തമാക്കി RCB ബാക്ക് ടു ബാക്ക് ടൈറ്റിൽസ് എന്ന സ്വപ്നവുമായി 2026 IPL ഫൈനലിൽ തുടർച്ചയായി രണ്ടാം തവണയും IPL ഫൈനലിലേക്ക് എത്തുകയാണ്. ആസ് എ ടീം, ആസ് എ കളക്റ്റീവ്, ദ കൈൻഡ് ഓഫ് ഡെപ്ത് അവർക്കുള്ളത് എല്ലാം ഒരുപാട് ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. തുറന്ന് പറയുകയാണെങ്കിൽ RCBയുടെ രീതികൾ തന്നെയാണ് RCBയുടെ ശരി. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാൻ പറ്റിയ ബാറ്റേഴ്സ് ഉണ്ട്, കളി കൊണ്ടുപോകാൻ വിരാട് കോഹ്ലി ഉണ്ട്, അതിനുശേഷം ഒരു പ്രഷറുമില്ലാണ്ട് ബാറ്റ് ചെയ്യുന്ന ക്യാപ്റ്റനുണ്ട്, ജിതേഷ് ശർമ്മ അടിയിലുണ്ട്, ടിം ഡേവിഡ് പെർഫോം ചെയ്തില്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റൊമാരിയോ ഷെഫേർഡ് ഉണ്ട്, കൃണാൽ പാണ്ഡ്യ ഒരു മിഡിൽ ഓർഡർ ലെഫ്റ്റ് ഹാൻഡറായിട്ട് ആക്ട് ചെയ്യാനുണ്ട്. ഐ തിങ്ക് RCB ഈസ് ഓൾ സെറ്റ് ടു വിൻ ദ ടൈറ്റിൽ വൺസ് അഗെയിൻ. ഇത്രയും സന്തുലിതമായ ഒരു ടീം. കാരണം എക്സ്പീരിയൻസിന് എക്സ്പീരിയൻസ്, കാലിബറിന് കാലിബർ, ആരെയും ഫില്ല് ചെയ്യാനില്ല എന്നുള്ളതാണ്. ബാറ്റിംഗ് യൂണിറ്റിൽ ഒരു ഓഡ് എന്ന് പറയാൻ ആരുമില്ല. എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. അതുതന്നെയാണ് RCBയുടെ ഏറ്റവും വലിയ ഗുണം. അവിടെയാണ് RCBക്ക് വിജയവും സ്വന്തമാക്കാൻ സാധ്യമാകുന്നത്. RCBയുടെ ഇന്നത്തെ കളി മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. RCBയുടെ തുടക്കം മുതലേ ആ ഒരു അക്രമ ശൈലി തന്നെ 200+ ടാർഗറ്റ് ചെയ്തിട്ടാണ്. കാരണം ഈ 3 പേരെ താഴെ കൊണ്ടുവന്ന് വന്നാൽ കളി മൊത്തത്തിൽ അവരുടെ കയ്യിലാണെന്ന് അവർക്കറിയാം. ജോസ് ബട്ട്ലർ, ഗിൽ ആൻഡ് സായ് സുദർശൻ. ആൻഡ് ആസ് ഓൾവേസ് ഗിൽ ഒരിക്കൽ കൂടി പെർഫോമൻസ് വരുന്നില്ല ഇൻ ആൻ ഇമ്പോർട്ടൻറ്റ് ക്ലാഷ്. കാത്തിരിക്കാം, അടുത്ത മത്സരം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗുജറാത്ത് ഓൾ സെറ്റ് ടു പ്ലേ അഗെയിൻസ്റ്റ് രാജസ്ഥാൻ ഓർ SRH. ഇരുവരും മോശക്കാരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. ആൻഡ് ഐ ബിലീവ് RCB ഈസ് ദ വൺ സ്ട്രോങ് കണ്ടൻഡർ ടു വിൻ ദ ട്രോഫി ഫോർ ഷുവർ. അങ്ങനെ സംഭവിച്ചാൽ 2010-11 CSKക്കും 2019-20 മുംബൈക്കും ശേഷം തുടർച്ചയായി 2 തവണ കപ്പ് നേടുന്ന ടീമുകളിലൊന്നായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാറും. കപ്പില്ല എന്ന ഏറ്റവും വലിയ ട്രോളുകളെ ഏറ്റുമേടിച്ച അത്രയും ലോയലായിട്ടുള്ള ആരാധകർ ഉണ്ടായിരുന്ന ആ ടീമിന് ഇന്ന് ആഘോഷിക്കാൻ ഒരുപാടാണ്, സന്തോഷിക്കാൻ ഒരുപാടാണ്. ആൻഡ് ദേ ആർ ജസ്റ്റ് ഡൂയിങ് ദ മാജിക്. പ്രൈം ടൈമിൽ ആ മാജിക് ചെയ്തുകൊണ്ട് തന്നെ അവർ തുടരുന്നു എന്നുള്ളതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം. ലെറ്റ് ദം കണ്ടിന്യൂ ദ ജോബ് ആൻഡ് ലെറ്റ് us വിറ്റ്നസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് IPLs ഓഫ് ദ ഹിസ്റ്ററി.